പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 27ാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും മിഅ്റാജിൻ്റെ നോമ്പിലാണ് അല്ലേ? റജബ് 27ൻ്റെ നോമ്പിലാണ്. ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലമൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ കേട്ടു പഠിച്ചു. ഇന്നത്തെ നോമ്പെടുത്ത ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന 12 പ്രതിഫലങ്ങളുണ്ട്. എന്തൊക്കെയെന്ന് അറിയണ്ടേ? എന്നിട്ട് നമ്മൾ ചുമ്മാ നോമ്പ് പിടിച്ചു എന്ന് മാത്രമല്ല, 12 നമ്മൾ അറിയാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു തആല തരും. കൂട്ടത്തിൽ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ചെയ്തിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില അമലുകൾ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ നോമ്പുകാരാണ്, നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കണം, അർഹമായ പ്രതിഫലം കിട്ടണം. അതിനെന്ത് ചെയ്യണം? നോമ്പുകാരായി വെറുതെ കിടന്ന് ഉറങ്ങിയാൽ പോരാ, വെറുതെ റീൽസ് കണ്ടിരുന്നാൽ പോരാ, മറിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കൽ നിർബന്ധമായത്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നോമ്പ് ഫസാദായി പോകും, നഷ്ടപ്പെട്ടു പോകും. ഏതാണ് ആ കാര്യമെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ ജീവിതമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ പടച്ചവൻ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലേണ്ടവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ വിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 27ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇന്ന് മിഅ്റാജ് ദിനമാണ്. റബ്ബേ, ഞങ്ങളുടെ നോമ്പ് നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇന്നത്തെ നോമ്പിന് എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് ഒട്ടും കുറയാതെ തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നലെ പരിശുദ്ധമായ റജബ് 27ൻ്റെ രാവായിരുന്നു. മുത്തായ റസൂല് നിൻ്റെ അടുക്കിലേക്ക് വന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട അല്ലാഹുവേ, നിൻ്റെ അർശും കുറുസും ലൗഹും ഖലമും സിറാത്തും മീസാനും സ്വർഗവും നരകവും നിന്നെയും കണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കുള്ള സമ്മാനമായ നിസ്കാരവുമായിട്ട് വന്ന റസൂല്, റബ്ബേ ആ റസൂലിനോടൊപ്പം ഞങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഇന്നലത്തെ രാത്രി ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഇന്നലത്തെ മജ്ലിസിൽ പങ്കെടുത്തത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആരൊക്കെ അതിൽ പങ്കെടുത്തു എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ നമ്മളെല്ലാവരും നോമ്പുകാരാണ് അല്ലേ? അല്ലാഹു തആല നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നമ്മൾ നോമ്പുകാരാണ്. നമ്മുടെ മക്കൾക്കുമൊക്കെ നോമ്പുണ്ടാകും അൽഹംദുലില്ലാ. പിന്നെ നാളെ ഞായറാഴ്ച, നാളെ പരിശുദ്ധമായ റജബ് 28ആണ്. പിന്നെ മറ്റന്നാൾ റജബ് 29 തിങ്കളാഴ്ചയാണ്. അപ്പം നാളെ നോമ്പ് എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നോമ്പ് പിടിക്കുക. നാളെ ഞായറാഴ്ചയാണ്, ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റില്ല എന്ന് വരാം, കുഴപ്പമില്ല. മറ്റന്നാൾ തിങ്കളാഴ്ച എന്തായാലും പറ്റുന്നവരെല്ലാവരും നോമ്പെടുക്കുക. കാരണം എന്താണെന്നറിയോ? തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ചയാണ്. മാത്രമല്ല ഒരുപക്ഷെ റജബ് മാസത്തിൻ്റെ അവസാനത്തെ ദിനം ആവാനും സാധ്യത ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി റജബ് 29 ചിലപ്പോൾ ശഅബാൻ മാസമാവാൻ സാധ്യതയുണ്ട്. അടുത്ത റജബിലൊക്കെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല നമുക്കൊക്കെ അല്ലേ? പോട്ടെ, നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ലോ എന്ന് അല്ലാഹു ആലം. അപ്പം അതുകൊണ്ട് ഏത് സമയത്തും മരണം വരാം. മരിക്കുന്ന സമയത്ത് പടച്ചവനെ ഈമാൻ സലാമത്തായി മരണപ്പെടണമെന്നുള്ള നല്ല ദുആ ഇന്നത്തെ പകൽ നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മരണം കിട്ടും കേട്ടോ. കാരണം ഇന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു പകലാണ്. ഇന്നത്തെ പകലെന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയതിൻ്റെ സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. അള്ളാഹുവിനെ നബി തങ്ങൾ കണ്ട സന്തോഷം നമുക്കുണ്ട്. സന്തോഷത്തിന് വേണ്ടി നമ്മൾ നോമ്പ് പിടിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കും നിന്നെ കാണാനുള്ള അവസരം തരണേ അല്ലാ. സ്വർഗത്തിൽ എല്ലാ സുഖരസങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ കടന്ന ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഏത് സുഖമാണ് അല്ലെങ്കിൽ ഏത് രസമാണ് ഇഷ്ടമായത് എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞങ്ങൾക്ക് സ്വർഗത്തിലെ നദി ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഈ പെണ്ണുങ്ങളെ അതൊന്നും വേണ്ട, സ്വർഗത്തിലെ ആണുങ്ങളെ അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിലെ കുടിക്കാൻ വെള്ളം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിലെ വീട് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇഷ്ടപ്പെട്ടത് അള്ളാനെ കണ്ടുകൊണ്ടിരിക്കലാണ് എന്ന് പറയുമെന്നാണ്. സ്വർഗത്തിൽ കടന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലായി അവർക്ക് സുഖം, രസം കിട്ടുന്നത് സ്വർഗത്തിൽ അള്ളാനെ കാണുമ്പോഴാണെന്നാണ്. ആ അള്ളാനെ കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും ഇന്നത്തെ നോമ്പ് പിടിച്ചവർക്ക്. അൽഹംദുലില്ലാ.
അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ, അള്ളാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ഇന്നത്തെ നോമ്പ് പിടിച്ചവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന 12 വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹനെ കാണാനുള്ള അവസരം കിട്ടുമെന്നാണ്. കാരണം നമ്മൾ പിടിച്ചിരിക്കുന്നത് റജബ് മാസത്തിൽ നിന്നുള്ളൊരു നോമ്പാണ്. റജബുൻ ഷെഹറുള്ള, അള്ളാൻ്റെ മാസമാണ്. അപ്പം അള്ളാഹനെ കാണണം എന്നുള്ള ആ ഒരു ആവേശം, ഒരു ആഗ്രഹം ഇന്നത്തെ ദുആയിലൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക. അള്ളാഹുവെ പടച്ചോനെ നിന്നെ കാണാൻ, അള്ളാഹുവെ നിന്നെ കാണാൻ അവസരം തരണം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാർ ദുആ ചെയ്യുന്നു, അള്ളാഹുവേ നിന്നെ കാണാൻ പറ്റുന്നത് നരകത്തിലാണ്. സ്വർഗത്തിലെല്ലാ രസമുണ്ട്, സ്വർഗത്തിലെല്ലാ സുഖമുണ്ട്. പക്ഷെ നിന്നെ കാണുന്നത് നരകത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, ഞങ്ങൾക്ക് നിന്നെ കാണാൻ ഞങ്ങൾ നരകത്തിൽ വരുമെന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹനെ കാണുന്നത് നരകത്തിലാണെന്നല്ല, അങ്ങനെ പറഞ്ഞവരാണ്. കാരണം അള്ളാഹനെ കാണുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു രസമാണ്. നമ്മളെ പടച്ചോനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും നമ്മൾ കണ്ടു, നമ്മുടെ ഉമ്മ വാപ്പനൊക്കെ കണ്ടു. ഇപ്പോൾ AI കാലമാണ്. നമ്മൾ മരിച്ചുപോയ വല്ലുപ്പ വരെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? മരിച്ച വല്ലുമ്മ വരെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ കാലമാണ് AI സംവിധാനം. എന്നാൽ അള്ളാഹനെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? ഇപ്പം നമുക്കിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളാരും കണ്ടിട്ടില്ല. അള്ളാഹു തആല സൗഭാഗ്യം നമുക്ക് തരട്ടെ. പക്ഷേ നബി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട്, ഒരു മനുഷ്യന്റെ രൂപം. ഏതായാലും ഒരു മനുഷ്യനാണ് നബി തങ്ങൾ, അല്ലേ? പിന്നെ നബി തങ്ങളുടെ മുടി താഴേക്ക് ഉണ്ടാകും, ഇത്രത്തോളം ഉണ്ട്. പിന്നെ നല്ല പുരുകമാണ്, നല്ല കണ്ണാണ്, നല്ല മൂക്കാണ്, നല്ല ചുണ്ടാണ്, താടിയൊക്കെ ഉണ്ട്, നല്ല ഒത്ത ശരീരം. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ മുഖം പ്രകടമല്ലെങ്കിലും ഒരു രൂപമുണ്ട്. എന്നാൽ അള്ളാഹ് കണ്ണില്ലാതെ കാണുന്നവനാണ്, കാതില്ലാതെ കേൾക്കുന്നവനാണ്, അല്ലേ? അപ്പം നമുക്ക് ഒരു രൂപം നമ്മുടെ മനസ്സിലില്ല. അള്ളാഹ് എങ്ങനെ? പക്ഷെ അള്ളാഹനെ കണ്ടാലുണ്ടല്ലോ 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണുമെന്നാണ് സ്വർഗത്തിൽ അവകാശികൾ. ആ സൗഭാഗ്യം ഇന്നത്തെ നോമ്പെടുത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തരട്ടെ. ആമീൻ പറ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ രാത്രിയിലൊക്കെ നമ്മൾ ചെയ്ത ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. കാരണം എത്രയോ ഉപ്പമാർ എത്രയോ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ഉസ്താദിനെ ഏൽപ്പിക്കാതെ നിങ്ങളുടെ കാര്യം നിങ്ങളൊക്കെ ഒന്ന് പടച്ചവനോട് പറയാം. എല്ലാ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്, എന്നാൽ ആ ഒരു ആശ്വാസത്തിലിരിക്കരുത്. ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് ദുആ ചെയ്യാൻ, അങ്ങനെയല്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹിനോട് പറയണം. ഉസ്താദിനോട് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നോട് പറഞ്ഞോ ദുആ ചെയ്യാൻ, ഞാൻ ദുആ ചെയ്യും. പിന്നെ കമൻറ്റിൽ എഴുതിക്കോ, നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് പറയാൻ അള്ളാഹിനോട്. എല്ലാ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് പോകലല്ല. പക്ഷേ അത് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് റജബ് 27 നോമ്പ് എടുത്തവരാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലമായിട്ട് മഹത്തുക്കൾ പറയുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹു അവസരം തരട്ടെ. 2, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. ഏത് പാപമാണ്? കഴിഞ്ഞു പോയതാണോ, വരാനിരിക്കുന്നതാണോ, വലിയ പാപമാണോ, ചെറുപാപമാണോ, അറിഞ്ഞ് ചെയ്തതാണോ, അറിയാതെ ചെയ്തതാണോ, ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമ്മുടെയും, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ എല്ലാവരുടെയും ചെയ്തു പോയ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നല്ല സൗഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ. പിന്നെ നന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തും. എത്ര നന്മ? ഒന്നൊന്നുമില്ല. നന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തും. നമ്മുടെ പദവികൾ, ദറജകൾ ഉയർത്തിത്തരും. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ജന്നാത്തുൽ ഫിർദൗസ്. ആ പദവിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന നോമ്പാണ് ഇന്നത്തെ നോമ്പ്. നരകമോചനമുണ്ടാകും, സ്വർഗപ്രവേശനമുണ്ടാകും, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇല്ലാതാകും, ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. ഇന്നത്തെ നോമ്പ് കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ. അള്ളാഹുവെ കാക്കണേ, ഞങ്ങളെല്ലാവരെയും കാക്കണേ റഹ്മാനെ. ഖബർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുക്കൽ എത്തിയപ്പോൾ നബി തങ്ങൾ അവിടെ നിന്നു. ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ വെച്ച് നബി തങ്ങൾ ദ്വാരക്കുന്നു. സ്വഹാബിമാർ ചോദിച്ചു, എന്താ നബിയെ പറ്റിയത്? ഈ കിടക്കുന്ന ചെറുപ്പക്കാരൻ, അവന് പലതരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. ഇവൻ റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പെടുത്തിരുന്നെങ്കിൽ, ഒരു നോമ്പ് പിടിച്ചെങ്കിൽ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാകാമായിരുന്നു. അപ്പോൾ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുക പ്രത്യേകം നല്ലതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ നോമ്പുകാരാണ്. ചുമ്മാ നോമ്പ് പിടിച്ചിട്ട് വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കലല്ല. നമ്മൾ എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് വിശദമായിട്ട് ശേഷം പറയാം. സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ അള്ളാഹു അവസരം കൊടുക്കും. ആർക്ക്? റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചവർക്ക്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയ പ്രതിഫലമാണ് ഇന്നത്തെ നോമ്പ് പിടിച്ചവർക്ക് കിട്ടുക. കാരണം നബി തങ്ങൾ റജബ് മാസത്തിൽ നോമ്പ് പിടിത്തിരുന്നു, നമ്മളും നോമ്പെടുക്കുന്നു. അൽഹംദുലില്ലാഹ്.
പിന്നെയോ 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ് ഇന്നത്തെ ഈ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. 1000 വർഷത്തെ പ്രതിഫലം അല്ലാഹു തആല തരുമെന്നൊക്കെ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയോ എല്ലാത്തിലും ഉപരിയായി നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതല്ലേ വേണ്ടത്? ഒരുപാട് ദുആ ചെയ്തു, ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ പെട്ടുപോയില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാൻ ഇന്നത്തെ നോമ്പ് കാരണം മതി ഇൻഷാ അല്ലാഹ്. പിന്നെയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പകൽ വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നുപോകരുതേ. മരണപ്പെട്ട ഉമ്മ, വാപ്പ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, അവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഇന്നത്തെ അസറിന് ശേഷമോ ളുഹറിന് ശേഷമോ നിങ്ങൾ ഓതണം. മഗ്‌രിബിന് ശേഷം പിന്നെ നമ്മൾ ഭയങ്കര ഡള്ളായി അല്ലേ, നോമ്പൊക്കെ തുറന്ന് ഭയങ്കര വിഷമത്തിൽ ഒരു വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഇന്നത്തെ അസറിന് ശേഷം പറ്റുമെങ്കിൽ ഉമ്മമാരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം, ഒരു യാസീൻ ഓതിയിട്ട് ദ്വാരക്ക പഠിച്ചോനെ. ഈ യാസീൻ്റെ പ്രതിഫലം മുത്തായ റസൂലിന് കൊടുക്കണം. മുഴുവൻ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സുഹാബിമാർ, എൻ്റെ മാതാപിതാക്കൾ, മരണപ്പെട്ടവർ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം കൊടുക്കണേ നമ്മൾ ദുആ ചെയ്യുക. തസ്ബീഹ് പറയുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ മറന്നു പോകരുതേ. നല്ലവണ്ണം ദുആ ചെയ്യണേ. സ്വതക്ക കൊടുക്കണേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കണേ. നോമ്പ് തുറപ്പിക്കാൻ മറന്നു പോവണ്ട. നോമ്പ് തുറപ്പിക്കാൻ ആരെങ്കിലും ഒന്നുകിൽ വീട്ടിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിലോ ഈത്തപ്പഴമോ കാരക്കയോ ഒരു ഗ്ലാസ് വെള്ളമോ പച്ചവെള്ളമോ കൊടുക്കുക ആർക്കെങ്കിലും. അയാൾ നോമ്പ് തുറക്കട്ടെ, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. പിന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. ഏഷണി പരദൂഷണം നാവിൽ നിന്ന് ഒഴിവാക്കണേ. ഇന്നത്തെ ദിവസമെങ്കിലും നാവിലൊന്ന് പൂട്ടിയിടനെ സൂക്ഷിക്കണേ. കുടുംബത്തിൽ വിശാലത ചെയ്യണം. നമ്മുടെ മക്കൾക്കൊക്കെ നോമ്പുണ്ടാവാം. ഇന്ന് ശനിയാഴ്ചയല്ലേ, മക്കൾക്ക് നോമ്പുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക, ഇന്ന് എന്ത് വേണം നോമ്പ് തുറക്കാൻ? മന്തി, കുഴിമന്തി, അൽഫാം, ഷവർമ, ഷവായ് എന്നൊക്കെ പറയുമ്പോൾ പറ്റുമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക. അവരൊക്കെ സന്തോഷിക്കട്ടെ. പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി പോകരുത്. ബാങ്ക് വിളിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാതിരിക്കുന്ന അവസ്ഥ പല ഉമ്മമാർക്കുമുണ്ട്. അതുണ്ടാവരുത്. കൃത്യസമയത്ത് നോമ്പ് തുറക്കുക. തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന ദുആ പറയാൻ മറന്നു പോവണ്ട. അതുപോലെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദുആയും പറയൽ പ്രത്യേകം സുന്നത്താൻ. ഇന്നത്തെ ദിവസം നരകമോചനം ചോദിക്കണേ, സ്വർഗ്ഗപ്രവേശനം ചോദിക്കണേ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദുആയും അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ എന്ന ദുആയും നല്ലതാണ്. കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന എന്ന ദുആയും പറയാൻ വിട്ടുപോവണ്ട. ഇന്നത്തെ നോമ്പ് തുറയുടെ കാര്യം പറഞ്ഞു, പിന്നെ സ്വതക്ക കൊടുക്കുന്ന കാര്യം പറഞ്ഞു, പിന്നെ ഖുർആൻ ഓതുന്ന കാര്യം പറഞ്ഞു, പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം. ഇന്നത്തെ ളുഹർ, അസർ, മഗ്രിബ്, ഇശ, നാളത്തെ സുബഹി, ഇനിയുള്ള ദിവസങ്ങളിലെ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക. സുന്നത്ത് നിസ്കാരം ഉൾപ്പെടെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് അനുഷ്ഠിച്ച നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കാൻ. ഇനി പിന്നെ ഷഅബാൻ മാസം വരുന്നു അല്ലേ, നബിതങ്ങളുടെ മാസം എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണ്. സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലേണ്ട മാസമാണ്. ഇൻഷാ അല്ലാഹ് സ്വലാത്തൊക്കെ ഇപ്പോഴേ ചൊല്ലിക്കും. ഇബ്രാഹിമിയ സ്വലാത്തും അറിയാവുന്ന സ്വലാത്തൊക്കെ ചൊല്ലിക്കും. ഇന്നലത്തെ രാത്രിയിലും അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ദുആയും സ്വലാത്തും ദിക്റൊക്കെ പറഞ്ഞു. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഉമ്മമാർ തസ്ബീഹ് മറന്നു പോകണ്ട. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ഒരു ദിക്റുണ്ടല്ലോ, അത് നോമ്പുകാരായിട്ട് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം കിട്ടുമെന്നാണ്. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അൽഹംദുലില്ലാഹ്. നോമ്പല്ലേ, തൽക്കാലം ഇത്രയും മതി. നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ദുആകൾക്ക് അല്ലാഹു തആല ഇജാബത്ത് തരട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്തായി എന്തെല്ലാം കാര്യങ്ങൾ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദന, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ. എനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മുടെ ഈ ചാനൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരു കുടുംബമായി ചേർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.